Today we have to discuss chemical bonding. We know that in the periodic table, inert gases are more stable. Inert gases എന്ന് പറയുമ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡൺ ഇങ്ങനെയുള്ള ഗ്യാസസ് മോർ സ്റ്റേബിൾ ആണ്. ഹീലിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. നമ്മളതുകൊണ്ട് അതിനെ ഡ്യൂപ്ലറ്റ് എന്ന് പറയും. ഡ്യൂപ്ലറ്റ്. എന്നാൽ മറ്റ് ഇനർട്ട് ഗ്യാസസ് നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ പോലുള്ള ഗ്യാസസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിനെ നമ്മൾ ഒക്ടറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റവും ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റവും കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ മറ്റ് എലമെന്റ്സും ഈ അതിന്റെ നിയറസ്റ്റ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ എത്തിയാൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് other elements also try to get the configuration of the nearest noble gas. അങ്ങനെ നിയറസ്റ്റ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. പലതരത്തിലുള്ള ബോണ്ടിങ്സ് ഉണ്ട്. നമുക്ക് 3 തരത്തിലുള്ള ബോണ്ടിങ്സിനെ ഡിസ്കസ് ചെയ്യണം. ഒന്ന് ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഇലക്ട്രോവാലന്റ് ബോണ്ട്. 2 കോവാലന്റ് ബോണ്ട്. 3 കോർഡിനേറ്റ് ബോണ്ട്. ഇലക്ട്രോവാലന്റ് ബോണ്ടിനെ നമ്മൾ അയോണിക് ബോണ്ട് എന്നും പറയാറുണ്ട്. കോവാലന്റ് ബോണ്ടിനെ നമ്മൾ മോളിക്കുലാർ ബോണ്ട് എന്നും പറയാറുണ്ട്. മോളിക്കുലാർ ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ടിനെ നമ്മൾ ഡേറ്റീവ് ബോണ്ട് എന്നും പറയാറുണ്ട്. More classifications can be done on the basis of bonding, but നമുക്ക് ഈ 3 കുറിച്ച് ഡിസ്കസ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ 2 ആറ്റംസ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി 2 ആറ്റംസ് തമ്മിൽ അല്ലെങ്കിൽ 3 ആറ്റംസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ബോണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരുടെ ഇടയിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നു. നമുക്ക് ഇതിൽ ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോവാലന്റ് ബോണ്ട് ഓർ അയോണിക് ബോണ്ട്. ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്. In electrovalent bond or ionic bond, one or more electrons from the outermost shell of one atom is transferred to another atom. ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മറ്റൊരു ആറ്റത്തിലേക്ക് പൂർണ്ണമായി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സാധാരണ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മെറ്റൽസ് വിത്ത് 1, 2, 3 electrons in their outermost shell. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോൺസോ 3 ഇലക്ട്രോൺസോ ഉള്ള മെറ്റൽസ്
ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസോ 6 ഇലക്ട്രോൺസോ 5 ഇലക്ട്രോൺസോ ഉള്ള നോൺ മെറ്റൽസിലേക്കാണ് സാധാരണ ഷെയറിംഗ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റം 7 ഇലക്ട്രോൺസ് ഉള്ള മറ്റൊരു ആറ്റത്തിലേക്ക് ഷെയറിംഗ് നടത്തി കഴിയുമ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺസ് ആവും. അപ്പോൾ ഇതിന് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും, നിയറസ്റ്റ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആവും, ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആവും. അതുപോലെ 2 ഇലക്ട്രോൺസ് ഉള്ള ആറ്റം 6 ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിലേക്ക്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിലേക്ക് ഷെയറിംഗ് നടത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും 8 ഇലക്ട്രോൺസ് ആവും. ആ സിസ്റ്റവും സ്റ്റേബിൾ ആയി. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള ആറ്റം ആ ഇലക്ട്രോൺസിനെ 5 ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന് കൊടുക്കുമ്പോൾ, ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിന് 8 ഇലക്ട്രോൺസ് ആകും, സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. അങ്ങനെ നിയറസ്റ്റ് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ, നിയറസ്റ്റ് ഇനർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആറ്റംസ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുകയോ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നത്. ഒരു എലമെന്റിന്, ഒരു ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും, ലൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ എലമെന്റിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. ഇലക്ട്രോ വാലൻസി. അപ്പോൾ ഇലക്ട്രോ വാലൻസി ഓഫ് ആൻ എലമെന്റ് is the number of electrons a particular atom of that element can gain or lose. ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്, ആ എലമെന്റിന്റെ ഒരു പർട്ടിക്കുലർ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു എലമെന്റിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുലേഷൻ എടുക്കുന്നു. നമുക്കറിയാം സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ അറിയാമായിരിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമായിരിക്കണം. നമുക്കിവിടെ സോഡിയത്തിന്റെ കേസ് എടുക്കാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ സിമ്പൽ നമുക്കറിയാം Na. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 2 + 8 10 ആയി. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ടോട്ടൽ 11 ഇലക്ട്രോൺസ് ആണുള്ളത്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ തേർഡ് ഷെൽ, വിച്ച് ഈസ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ, നമുക്ക് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അടുത്ത ക്ലോറിന്റെ കേസ് എടുക്കാം. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2 8 7. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സിസ്റ്റത്തിലേക്ക് നോക്കുക. സോഡിയം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണോടുകൂടി അൺസ്റ്റേബിൾ ആയി നിലനിൽക്കുകയാണ്. ക്ലോറിൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസോടുകൂടി അൺസ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുകയാണ്. ഈ സോഡിയത്തിന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ അതിന് പിന്നെ 2 ഷെൽസേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലാണ് ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആകും. ക്ലോറിൻ 1 ആറ്റം ഗെയിൻ ചെയ്താൽ അതിന്റെ മൂന്നാമത്തെ ഷെൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകും, അതും സ്റ്റേബിൾ ആകും. അപ്പോൾ സോഡിയത്തെ സംബന്ധിച്ചിടത്തോളം 1 ഇലക്ട്രോൺ കളഞ്ഞാൽ സിസ്റ്റം സ്റ്റേബിൾ ആകും, സോഡിയം സ്റ്റേബിൾ ആകും.
ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റേബിൾ ആകും. അപ്പോൾ സോഡിയം വോണ്ട്സ് ടു ലൂസ് ആൻ ഇലക്ട്രോൺ ആൻഡ് ക്ലോറിൻ വോണ്ട്സ് ടു ഗെയിൻ ആൻ ഇലക്ട്രോൺ. അങ്ങനെ സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ സോഡിയം എന്നുള്ളത് Na+ ആകും, സോഡിയം അയോൺ ആകും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയല്ലോ. ആ ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും. ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നത് Cl- ആകും, ക്ലോറൈഡ് അയോൺ ആകും. ഇപ്പോൾ സോഡിയം അയോൺ, അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇറ്റ് ഈസ് എ കാറ്റയോൺ. ക്ലോറൈഡ് അയോൺ, അതിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇറ്റ് ഈസ് എൻ ആനയോൺ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഇവർ തമ്മിലുള്ള കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അവർ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. അതാണ് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇക്വേഷൻ അനുസരിച്ച് എഴുതിയാൽ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി സോഡിയം അയോൺ ആയിട്ട് മാറും, പോസിറ്റീവ് അയോൺ. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. അങ്ങനെ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ആത്യന്തികമായിട്ട് ഫോം ചെയ്യും. സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യും. നമുക്കിനി ഈ ഒരു മോളിക്യൂളിനെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ലൂയിസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോട്ട് സ്ട്രക്ചർ. അതായത് സോഡിയത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ആ ഒരു ഇലക്ട്രോണിനെ ഒരു ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ക്ലോറിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 7 ഇലക്ട്രോൺസിനെ 7 ഡോട്ട്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 1 2 3 4 5 6 7. ഇവർ രണ്ടുപേരുടെ ജോയിൻ ചെയ്യുമ്പോൾ gives NaCl. ഓർ നമുക്ക് വേണമെങ്കിൽ ഈ ഡോട്ട് സ്ട്രക്ചറിനെ മോളിക്യൂളിന്റെ ടേംസിലും റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ NaCl ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആണ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ വളരെ ലോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആറ്റംസ് ക്യാൻ ബി ഈസിലി അയണൈസ്ഡ്. ആറ്റംസിനെ വളരെ ഈസി ആയിട്ട് അയണൈസ് ചെയ്താലേ അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ. ഇവിടെ സോഡിയം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് അയോണായി, ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോണായി. ഇങ്ങനെ പോസിറ്റീവ് അയോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും നെഗറ്റീവ് അയോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും വളരെ ഈസി ആയിട്ട് നടക്കണം. അതിന് അയണൈസേഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. 2 ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലായിരിക്കണം. ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലാവുമ്പോൾ അയണൈസേഷൻ കാരണം അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്.
large electronegativity difference. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന രണ്ട് എലമെന്റ്സ് തമ്മിൽ, രണ്ട് ആറ്റംസ് തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് കാര്യമായ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ സോഡിയം ക്ലോറൈഡ് മോളിക്യൂളിന്റെ എക്സാമ്പിൾ എടുത്താൽ സോഡിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയേക്കാൾ വളരെ കൂടുതലാണ് ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതുകൊണ്ട് സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അയോണിക് ബോണ്ടിന് തന്നെ മറ്റൊരു എക്സാമ്പിൾ. മഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 2 + 8 10 ആയി. റിമൈനിങ് ഇലക്ട്രോൺസ് 2 എണ്ണമാണ്. മൂന്നാമത്തെ ഷെല്ലിൽ ആ 2 ഇലക്ട്രോൺസ്, അതാണ് വാലൻസ് ഇലക്ട്രോൺസ്, വാലൻസ് ഷെൽ. ക്ലോറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ എഴുതാം. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. 2, 8, 7. ഇതാണ് ക്ലോറിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ നേരത്തെ സോഡിയം ക്ലോറൈഡ് കൺസിഡർ ചെയ്തപ്പോൾ സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ മതി, സ്റ്റേബിൾ ആകും. ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റേബിൾ ആകും. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനല്ല. മഗ്നീഷ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ മഗ്നീഷ്യം സ്റ്റേബിൾ ആവില്ല. മഗ്നീഷ്യം സ്റ്റേബിൾ ആകണമെങ്കിൽ 2 ഇലക്ട്രോൺസും നഷ്ടപ്പെടുത്തണം. എന്നാൽ മഗ്നീഷ്യത്തിന്റെ ഈ 2 ഇലക്ട്രോൺസും വാങ്ങാൻ ക്ലോറിൻ തയ്യാറല്ല. കാരണം ക്ലോറിന് 1 ഇലക്ട്രോൺ മതി സ്റ്റേബിൾ ആകാൻ. അപ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യും? മഗ്നീഷ്യം ഈ 2 ഇലക്ട്രോൺസ് 2 ക്ലോറിൻ ആറ്റംസിന് കൊടുക്കും. ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി Mg-2 ഇലക്ട്രോൺസ് gives Mg2+. മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തും. 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയാലേ മഗ്നീഷ്യം സ്റ്റേബിൾ ആവും. 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയാലേ മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകും. എന്നാൽ ക്ലോറിൻ ആ 2 ഇലക്ട്രോൺസിനെയും അക്സെപ്റ്റ് ചെയ്യില്ല. ക്ലോറിൻ സ്റ്റേബിൾ ആകണമെങ്കിൽ ക്ലോറിന് 1 ഇലക്ട്രോൺ മതി. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺസിനെ 2 ക്ലോറിൻ ആറ്റംസിന് കൊടുക്കും. 2 chlorine atoms will accept the 2 electrons to form 2 chloride ions. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ആവും. 2 ക്ലോറിൻ ആറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇറ്റ് ഈസ് MgCl2. നമുക്കിനി ഇത് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ച്, ലിവി സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ മഗ്നീഷ്യം എടുക്കുന്നു. മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 2 ഇലക്ട്രോൺസ് 2 ക്ലോറിൻ ആറ്റംസുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ക്ലോറിൻ ആറ്റത്തെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. 7 ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. 1, 2, 3, 4, 5, 6, 7. രണ്ടാമത്തെ ക്ലോറിൻ ആറ്റത്തെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. മഗ്നീഷ്യം 1 ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും.
ഒരു ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും. അങ്ങനെ സിസ്റ്റം സ്റ്റേബിൾ ആകും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? Mg2 plus Cl2 minus, Cl2 minus, or it will give MgCl2. ഇങ്ങനെയാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ MgCl2 വരുന്നതിനുള്ള റീസൺ സോഡിയം ക്ലോറൈഡ് NaCl ആയിരിക്കുന്നതിനുള്ള റീസൺ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് NaCl ആണ്, മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് MgCl2 ആണ്. അതിന്റെ റീസൺ ഇതാണ്. ഇവിടെ സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ മതിയായിരുന്നു സ്റ്റേബിൾ ആകാൻ. ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ മെഗ്നീഷ്യത്തിന്റെ കേസിൽ അങ്ങനല്ല. മെഗ്നീഷ്യത്തിന് സ്റ്റേബിൾ ആകണമെങ്കിൽ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണം. ആ 2 ഇലക്ട്രോൺസിനെ 2 ക്ലോറിൻ ആറ്റംസ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യും. എന്നാൽ ഒരു എലമെന്റിന് 3 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണമെങ്കിലോ? ഫോർ എക്സാമ്പിൾ നമുക്ക് അലുമിനിയം ക്ലോറൈഡിന്റെ കേസ് എടുക്കാം. അലുമിനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം. അലുമിനിയത്തിന്റെ ആറ്റോമിക് നമ്പർ 13 ആണ്. 13. അപ്പോൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2, 8, 3. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ക്ലോറിൻ്റെത് ഞാൻ കഴിഞ്ഞ 2 എക്സാമ്പിൾസിലും പറഞ്ഞു. ക്ലോറിൻ 17 ആണ് ആറ്റോമിക് നമ്പർ, 2, 8 and 7. ഇവിടെ അലുമിനിയം 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റേബിൾ ആകും. ഞാൻ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. സോഡിയം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ സ്റ്റേബിൾ ആകുമായിരുന്നു. മെഗ്നീഷ്യം 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റേബിൾ ആകുമായിരുന്നു. അലുമിനിയം സ്റ്റേബിൾ ആകണമെങ്കിൽ 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തണം. എന്നാൽ ബോണ്ട് ഫോം ചെയ്യുന്നത് ക്ലോറിനുമായിട്ടാണ്. ക്ലോറിൻ 3 ഇലക്ട്രോൺസിനെ സ്വീകരിക്കത്തില്ല. ക്ലോറിന് 1 ഇലക്ട്രോൺ മതി സ്റ്റേബിൾ ആകാൻ. 1 ഇലക്ട്രോണിനെ മാത്രമേ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ അലുമിനിയം എന്ത് ചെയ്യും? മെഗ്നീഷ്യം ചെയ്തതുപോലെ എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ 2 ക്ലോറിൻ ആറ്റംസിന് കൊടുത്തു. അതുപോലെ അലുമിനിയം 3 ക്ലോറിൻ ആറ്റംസിനെ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 3 ക്ലോറിൻ ആറ്റംസിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അലുമിനിയം gives 3 electrons to form Al3+. 3 ആറ്റംസിനെ 3 ഇലക്ട്രോൺസിനെ 3 ക്ലോറിൻ ആറ്റംസ് അക്സെപ്റ്റ് ചെയ്യും. 3Cl plus 3 electrons gives Cl3 minus 3. അങ്ങനെ AlCl3 എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യും. ഇനി നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വെച്ച് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കും? അലുമിനിയത്തിന്റെ കാര്യം എഴുതാം. അലുമിനിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഞാൻ ആ 3 ഇലക്ട്രോൺസിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് ആ 3 ക്ലോറിൻ ആറ്റംസ് വേണം. ഞാൻ ആദ്യത്തെ ക്ലോറിൻ ആറ്റം ഇവിടെ എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7. ക്ലോറിന് 7 ഇലക്ട്രോൺസ് ആണല്ലോ ഉള്ളത്. ഞാൻ രണ്ടാമത്തെ ക്ലോറിൻ ആറ്റത്തെ ഇവിടെ എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7. ഞാൻ മൂന്നാമത്തെ ക്ലോറിൻ ആറ്റത്തെ ഇവിടെ എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7. അലുമിനിയം അതിന്റെ 1 ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും. മറ്റൊരു ഇലക്ട്രോണിനെ
ഈ ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും, മൂന്നാമത്തെ ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും. അങ്ങനെ ഈ 3 ഇലക്ട്രോൺസും കൊടുത്തു കഴിയുമ്പോൾ അലുമിനിയം സ്റ്റേബിൾ ആവും. അലുമിനിയത്തിന് ഇപ്പോൾ 8 ഇലക്ട്രോൺസേ ഉള്ളൂ. ക്ലോറിൻ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ ഈ ക്ലോറിൻ ആറ്റം സ്റ്റേബിൾ ആയി, ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ ഈ ക്ലോറിൻ ആറ്റം സ്റ്റേബിൾ ആയി, ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ ഈ ക്ലോറിൻ ആറ്റം സ്റ്റേബിൾ ആയി. അങ്ങനെ Al3+ and Cl3-, actually 3Cl3-, അങ്ങനെ അവർ AlCl3 ആയിട്ട് മാറും. ഇങ്ങനെയാണ് അലുമിനിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. കാൽഷ്യം ഓക്സൈഡിന്റെ എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യത്തിന്റെ ആറ്റം നമ്പർ എത്രയാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. 20. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? നമുക്കറിയാം, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പറ്റും. മൂന്നാമത്തെ ഷെല്ലിലോ? മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് പറ്റും, ഫോർത്ത് ഷെൽ ഉണ്ടെങ്കിൽ. ഫോർത്ത് ഷെൽ ഉണ്ടെങ്കിൽ 18 ഇലക്ട്രോൺസ് പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസേ പാടുള്ളൂ സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി 10 ഇലക്ട്രോൺസ് ആയി, ബാക്കി 10 ഇലക്ട്രോൺസ് ഉണ്ട്. മൊത്തം 20 ഇലക്ട്രോൺസ് ആണ് കാൽഷ്യം ആറ്റത്തിനുള്ളത്. അതിൽ 10 ഇവിടെ ആയി, ഇനിയൊരു 10 ഉണ്ട്. അതിനെങ്ങനെ എഴുതും? 8, 2. ഈ 2 നഷ്ടപ്പെട്ടാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവും, കാൽഷ്യം സ്റ്റേബിൾ ആവും. കാൽഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓക്സിജൻ ആറ്റം നമ്പർ എത്രയാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 8. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6, അത്രയേ ഉള്ളൂ. 2, 6. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇതാണ്, രണ്ടാമത്തെ ഷെല്ലാണ്. അവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആകും. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ക്ലോറിൻ ആയിരുന്നു ഇവിടെ കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ, ക്ലോറിൻ ആയിരുന്നു കാൽഷ്യവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരുന്നത് എങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് വേണമായിരുന്നു. കാരണം കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണം. ഒരു ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് 2 ക്ലോറിൻ ആറ്റംസ് വേണ്ടി വന്നേനെ. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഓക്സിജൻ 2 ഇലക്ട്രോൺസ് വാങ്ങാൻ തയ്യാറാണ്. ഓക്സിജന് 2 ഇലക്ട്രോൺസിനെ കിട്ടിയാലേ ഓക്സിജൻ സ്റ്റേബിൾ ആവൂ. ഓക്സിജന്റെ ഇലക്ട്രോ വാലൻസി 2 ആണ്, കാൽഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസിയും 2 ആണ്, ഓക്സിജന്റെ ഇലക്ട്രോ വാലൻസിയും 2 ആണ്. അപ്പോൾ കാൽഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി Ca2+ ആകും. ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് O2- ആകും. ഇവർ രണ്ടുപേരുടെ ചേർന്ന് കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിൽ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കാൽഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. നമ്മൾ 2 റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്സിജൻ എത്രയാണുള്ളത്? 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഡോട്ട്സ് നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6. വേണമെങ്കിൽ ഇവിടുത്തെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാമായിരുന്നു, ഇവിടുത്തെ 1 ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാമായിരുന്നു. എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇനി കാൽഷ്യം ഈ ഇലക്ട്രോൺ ഓക്സിജൻ ആറ്റത്തിന് കൊടുക്കും, അതേ ഓക്സിജൻ ആറ്റത്തിന് തന്നെ ഈ ഇലക്ട്രോണും കൊടുക്കും. അപ്പോൾ കാൽഷ്യത്തിന്റെ 2 പോയി.
കാൽഷ്യം സ്റ്റേബിളായി. കാൽഷ്യത്തിന് ഇപ്പോൾ 8 ഇലക്ട്രോൺസ് ആണ്. ഓക്സിജന് 2 എണ്ണം കിട്ടി. അപ്പോൾ ഓക്സിജനും 8 ഇലക്ട്രോൺസ് ആയി, ഓക്സിജനും സ്റ്റേബിളായി. Ca2+ O2- CaO. ഇങ്ങനെയാണ് കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഒരു ഇലക്ട്രോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനുമാണ്. അതായത് 2 റിയാക്ഷൻസ് ഒരുമിച്ച് നടക്കും. അതുകൊണ്ട് അവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഒരു എലമെന്റ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ്ഡ് ആവുന്നു. മറ്റൊരു എലമെന്റ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ റിഡ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ ഒരു എലമെന്റ് ഇവിടെ കാൽഷ്യം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു, ഓക്സിജൻ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ സോഡിയം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു, ക്ലോറിൻ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. മെഗ്നീഷ്യം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു, ക്ലോറിൻ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. അലുമിനിയം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു, ക്ലോറിൻ ആറ്റംസ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഈ റിയാക്ഷൻസ് എല്ലാം റിഡോക്സ് റിയാക്ഷൻസ് ആണ്.